NH-66 ഉദ്ഘാടന സമ്മേളനവുമായി ബന്ധപ്പെട്ട് ബഹുമാനപ്പെട്ട BJPയുടെ സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖരൻ്റെ പ്രസ്താവന തരംതാണ പ്രസ്താവനയായിപ്പോയെന്ന് ഞാൻ ചൂണ്ടിക്കാണിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. അദ്ദേഹം ആ പ്രസ്താവന പിൻവലിച്ച് ഖേദം പ്രകടിപ്പിക്കുകയാണ് ഒരു ജനാധിപത്യ മര്യാദയെന്ന് സൂചിപ്പിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. ഒരു കുടുംബത്തിൽ നിന്ന് എത്ര പേരെ വിളിക്കണം എന്നൊക്കെ ഉള്ള ചോദ്യമാണ് അദ്ദേഹം ചോദിച്ചിരിക്കുന്നത്. അദ്ദേഹത്തിനെ പോലെ ഈ പദവിയിലിരിക്കുന്ന ആൾക്കാർക്ക് ചോദിക്കാൻ പറ്റുന്ന ചോദ്യമല്ല. BJPയും കേന്ദ്ര സർക്കാരും നടത്തുന്ന രാഷ്ട്രീയ അല്പത്തരങ്ങൾക്കുള്ള മറുപടി ഈ നാട് തന്നെ നൽകും എന്ന കാര്യത്തിലും സംശയമില്ല. കേരളത്തിലെ ദേശീയപാത വികസനം തടസ്സപ്പെടുത്തുവാൻ BJPയും കോൺഗ്രസും ഒളിഞ്ഞും തെളിഞ്ഞും കൂട്ടുനിന്ന ചരിത്രം ആരും മറന്നിട്ടില്ല. UDF ഭരണകാലത്ത് തീർത്തും സ്തംഭിച്ചുപോയ ഒരു പദ്ധതിയാണിത്. അത് മരണശ്വാസം വലിച്ചു കിടന്ന ദേശീയപാത വികസനത്തിന് ജീവൻ നൽകിയത് LDF സർക്കാരാണ്. 6000 കോടിയിലധികം രൂപ സംസ്ഥാന സർക്കാർ പദ്ധതിക്കായി വിട്ടുകൊടുത്തു. കീഴാറ്റൂരിലും മറ്റും BJPയും കോൺഗ്രസും കപട പരിസ്ഥിതിവാദികളും ചേർന്ന് വികസനം മുടക്കുവാൻ നോക്കിയപ്പോൾ അതിനെ അതിജീവിച്ച് ഇന്ന് കാണുന്ന മാറ്റമുണ്ടായത്. ഇപ്പോൾ ബഹുമാനപ്പെട്ട മന്ത്രി ശ്രീ മുഹമ്മദ് റിയാസിനെ മരുമകൻ എന്ന് ആക്ഷേപിക്കുന്ന രീതിയിൽ ചിലർ വിളിക്കുന്നുണ്ട്. രാജീവ് ചന്ദ്രശേഖരനോട് എനിക്ക് ചോദിക്കാനുള്ളത് ഒന്നേയുള്ളൂ. അദ്ദേഹത്തിൻ്റെ പൊതുപ്രവർത്തന പാരമ്പര്യം നിങ്ങൾക്കറിയാമോ? 8ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ SFI യൂണിറ്റ് സെക്രട്ടറിയായി തുടങ്ങിയതാണ് അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയം. ഫറൂഖ് കോളേജ് പ്രീ ഡിഗ്രിക്ക് പഠിക്കുമ്പോൾ ക്ലാസ് റെപ്രസെൻറ്റേറ്റീവായി. 1994 കോളേജ് യൂണിറ്റ് പ്രസിഡൻ്റായി. 1996-97 കാലഘട്ടത്തിൽ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി യൂണിയൻ കൗൺസിലറും പിന്നീട് യൂണിയൻ ഭാരവാഹിയുമായി. DYFയുടെ ജില്ലാ സെക്രട്ടറി, സംസ്ഥാന ഭാരവാഹി എന്നീ നിലകളിൽ പ്രവർത്തിച്ചു. 2017 അഖിലേന്ത്യാ DYFയുടെ പ്രസിഡൻ്റായി. 2021 ബേപ്പൂരിൽ നിന്ന് ജനങ്ങൾ തിരഞ്ഞെടുക്കപ്പെട്ടതാണ് അദ്ദേഹത്തിൻ്റെ നിയമസഭയിലെത്തിയത്. ഈ ചരിത്രം, ഇതുപോലുള്ള ഒരു ചരിത്രം ശ്രീ രാജീവ് ചന്ദ്രശേഖരന് പറയാനുണ്ടോ എന്ന് ഞാൻ വളരെ വിനയത്തോടു കൂടി തന്നെ ചോദിക്കുകയാണ്. അങ്ങില്ലെങ്കിൽ വ്യക്തമാക്കണം. ഇതൊന്നും ഏതെങ്കിലും മിസ് കോളിൻ്റെ അടിച്ച് BJP മെമ്പർഷിപ്പ് എടുത്ത പോലെ എളുപ്പമുള്ള കാര്യമല്ല. മിസ്ഡ് കോൾ അടിച്ച് BJP മെമ്പർഷിപ്പ് എടുക്കുന്ന പോലെ അത്ര എളുപ്പമുള്ള കാര്യമില്ല. കഠിനാധ്വാനത്തിലൂടെയും പോരാട്ടങ്ങളിലൂടെയും കെട്ടിപ്പടുത്തതാണ് ഈ രാഷ്ട്രീയ ജീവിതം എന്ന് പറയുന്നത്. 2023 മന്ത്രി റിയാസ് ഇവണയെ വിവാഹം കഴിക്കുന്നത്. അതിനും പതിറ്റാണ്ടുകൾക്ക് മുമ്പ് അദ്ദേഹം രാഷ്ട്രീയത്തിലുണ്ട്. അദ്ദേഹത്തെ മരുമോൻ എന്ന് ആക്ഷേപ രീതിയിൽ വിളിക്കുമ്പോൾ ഒരു കാര്യം ഓർക്കുക. കേരളത്തിലെ വീടുകളിൽ മരുമോൻ എന്നത് വളരെ ആദരവോടെയും സ്നേഹത്തോടെയും സ്വീകരിക്കപ്പെടുന്ന ഒരു പദവിയാണ്. ചില വീടുകളിൽ മാത്രം അത് പ്രശ്നമായിരിക്കും. അതിൻ്റെ ഈ ചരിത്രമൊക്കെ അറിയാവുന്നവർക്ക് അറിയാം ഏതൊക്കെ വീടുകളിലാണെന്ന്. ആ ശീലം രാജീവ് ചന്ദ്രശേഖരും BJPക്കും ഇങ്ങോട്ട് എടുക്കേണ്ട കാര്യമില്ല. ഒരു വീട്ടിലെ 2 പേരെ ക്ഷണിക്കാമോ എന്ന് ചോദിക്കുന്ന BJP നേതാവ് ഒരു കാര്യം വ്യക്തമാക്കണം. 2 പേരും യോഗ്യതയുള്ളവരല്ലേ? ബഹുമാനപ്പെട്ട കേരള മുഖ്യമന്ത്രി അങ്ങനെ ആക്ഷേപിക്കാൻ പാടുണ്ടോ? സംസ്ഥാനത്ത് തിരഞ്ഞെടുക്കപ്പെട്ട മന്ത്രിയാണല്ലോ റിയാസ്. ഓടുപൊത്തി ഇറങ്ങിയ ആളൊന്നും അല്ലല്ലോ റിയാസ് എന്ന് പറയുന്നത്. റിയാസിൻ്റെ അവകാശത്തിൽപ്പെട്ട കാര്യമല്ലേ? ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയെ സാധാരണഗതിയിലുള്ള പ്രോട്ടോക്കോളിൻ്റെ അടിസ്ഥാനത്തിലുള്ള നടപടിക്രമങ്ങൾ പൂർത്തീകരിച്ചുകൊണ്ട് വിളിക്കേണ്ടതല്ലേ? രാജീവ് ചന്ദ്രശേഖരൻ ആ സ്റ്റേജിൽ കയറിയിരുന്നത് ഏത് ബന്ധത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്? കാണുന്ന സ്റ്റേജിലൊക്കെ കയറിയിരിക്കാനുള്ള അധികാരം അദ്ദേഹത്തിനുണ്ടോ? അങ്ങനെ ഒരു എക്സംഷൻ ഇന്ത്യ രാജ്യത്ത് നൽകിയിട്ടുണ്ടോ രാജീവ് ചന്ദ്രശേഖരൻ? BJPയുടെ സംസ്ഥാന പ്രസിഡൻ്റാണെങ്കിൽ CPMൻ്റെ സംസ്ഥാന പ്രസിഡന്റിനെയും കോൺഗ്രസിൻ്റെ സംസ്ഥാന പ്രസിഡന്റിനെയും അടക്കം CPIയുടെ സംസ്ഥാന സെക്രട്ടറി അടക്കമുള്ള നേതാക്കന്മാരെയും വേദിയിൽ ഇരുത്തണ്ടേ? രാജീവ് ചന്ദ്രശേഖരന് മാത്രം 2 കൊമ്പുണ്ടോ? എങ്ങനെയെങ്കിലും വലിഞ്ഞു കയറി സ്റ്റേജിൽ ഇരുന്ന ശേഷം
യോഗ്യതയുള്ളവരെ പുറത്താക്കിയ ശേഷം അനാവശ്യമായിട്ടുള്ള ജനാധിപത്യ വിരുദ്ധമായിട്ടുള്ള വിമർശനം കൊണ്ടുവരികയാണ്. ഇപ്പോൾ ഉദാഹരണം BJP ദേശീയ ICC അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ബോഡിയാണ്. അതിൽ തലപ്പത്ത് ജയ്ഷാ ഉണ്ടല്ലോ. അമിത്ഷായും ജയ്ഷായും കൂടെ ഒരു വേദിയിലല്ലേ ഇരിക്കുന്നത്. അതിനെപ്പറ്റി എന്താ ഒന്നും പറയാത്തത്? അതിനെ സംബന്ധിച്ചോളം എന്തെങ്കിലും മിണ്ടിക്കഴിഞ്ഞാൽ അന്ന് പിന്നെ ഈ സാരം ഉള്ളതും കൂടെ പോവും. ഇവിടെ റിയാസ് എല്ലാ അർത്ഥത്തിലും യോഗ്യനാണ്, പദവിയിലുള്ള ആളാണ്. നിങ്ങൾ ചെയ്തത് ജനാധിപത്യ വിരുദ്ധമായിട്ടുള്ള നിലപാടാണ്. മുഖ്യമന്ത്രിയുടെ മരുമകൻ എന്നതല്ല റിയാസിൻ്റെ യോഗ്യതയാണ് ഇവിടെ പരിഗണിക്കപ്പെടേണ്ടത്. അദ്ദേഹം മന്ത്രിയാണ്. സംസ്ഥാനത്തെ മന്ത്രി എന്നുള്ള നിലയിൽ അദ്ദേഹത്തിൻ്റെ ചുമതലയിലുള്ള ഒരു വകുപ്പിൻ്റെ ഉദ്ഘാടന കർമ്മം നിർവഹിക്കുമ്പോൾ അദ്ദേഹത്തെ വിളിച്ചിരിക്കണം. അദ്ദേഹത്തിൻ്റെ പിറകെ ഇപ്പോൾ ഇരിക്കാനുള്ള യോഗ്യതയെ രാജീവ് ചന്ദ്രശേഖരനുള്ളൂ. ഈ മരുമകൻ എന്നൊക്കെ പറഞ്ഞ് വിളിച്ച് ആക്ഷേപിക്കുന്ന സംസ്ഥാന മന്ത്രിയെ മരുമകൻ എന്നൊക്കെ വിളിച്ച് ആക്ഷേപിക്കുന്ന രാജീവ് ചന്ദ്രശേഖരനോട് എനിക്കൊരു ചോദ്യമുള്ളത്, നിങ്ങളുടെ പൊതുപ്രവർത്തന പാരമ്പര്യം എന്താണ്? കേരളത്തിലെ ഏത് പാർട്ടിയിൽപ്പെട്ട ആൾക്കാർക്കായിരുന്നാലും അവർക്കൊരു പൊതുപ്രവർത്തന പാരമ്പര്യമുണ്ട്. നിങ്ങൾ ഇന്ത്യ രാജ്യത്തെ ഏറ്റവും വലിയ സമ്പത്തുള്ള വ്യക്തിത്വങ്ങളിൽ ഒരാളാണ്. മുതലാളിമാരുടെ പട്ടികയിൽപ്പെട്ട ഒരാളാണ്. നിങ്ങൾക്ക് BJP മെമ്പർഷിപ്പ് കിട്ടിയത് തന്നെ മുതലാളിമാരുടെ കോട്ടയിലാണ്. നിങ്ങൾക്ക് പാവപ്പെട്ടവൻ്റെ സാധാരണക്കാരൻ്റെ മനസ്സെന്താണെന്ന് അറിയാൻ വേണ്ടി പറ്റുമോ? എത്രയോ കമ്പനികളുടെ ചെയർമാനും ഉടമയാണ് നിങ്ങൾ. നിങ്ങൾക്ക് വിശപ്പെന്താണെന്ന് പോലും അറിഞ്ഞിട്ടില്ലല്ലോ. പിന്നെ എന്തിനാണ് ഈ നെറികെട്ട വാക്കുകൾ ഉപയോഗിച്ചുകൊണ്ട് ജനാധിപത്യ പ്രക്രിയയ്ക്ക് തന്നെ നാണക്കേടുണ്ടാകുന്ന രൂപത്തിൽ നിങ്ങൾ ഈ കാര്യങ്ങൾ പറയുന്നത്?